ചിത്രത്തിന് മികച്ച വിജയം തന്നെ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ പുറത്തൊന്നുമില്ല. എന്നാലും പൊന്മാൻ എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് 14 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും പൊന്മാൻ എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. ചിത്രം ഈ വരുന്ന മാർച്ച് 14 OTT റിലീസിനെത്തുക. പിന്നെ കുറച്ച് അപ്ഡേഷൻ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആരും കാണുന്നില്ല ലൈവിൽ. ഒരു 10 ആൾ വന്നാൽ പറയായിരുന്നു. പിന്നെ ആൻ്റണി വർഗീസിൻ്റെ ദാവിദ് എന്ന ചിത്രത്തിൻ്റെ OTT അപ്ഡേഷൻ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഇതുവരെ പുറത്തു വന്നില്ല. എന്തായാലും ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം ദാവിദ് എന്ന ചിത്രത്തിൻ്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ വിനീത് ശ്രീനിവാസൻ നായകനെത്തിയ ചിത്രമായിരുന്നു ഒരു ജാതി ജാതകം. ചിത്രത്തിന് മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജാതി ജാതകം എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് 14 മുതൽ മഴയിൽ മനോരമയിലൂടെയും മനോരമ മാക്സിലൂടെയും ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു ജാതി ജാതകം എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരിക്കാം. അപ്പോൾ എത്ര പേരാണ് ഒരു ജാതി ജാതകം എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആസിഫ് അലിയുടെ രേഖാചിത്രം സോണിയിൽ വന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസായിട്ടുണ്ട്. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഏതെങ്കിലും ഒരു OTT അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നോക്കട്ടെ, ആരും വന്നിട്ട്. പിന്നെ കുറേ ചിത്രങ്ങളുണ്ട്. മമ്മൂട്ടി നായകനായ ഡൊമിനിക് എന്ന ചിത്രം ഉടൻ തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. മിക്കവാറും മാർച്ച് അവസാന വാരം. അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ നായകനെത്തിയ എമ്പുരാൻ എന്ന ചിത്രം ഇരുന്ന മാർച്ച് 27 തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിന് വേണ്ടിയിട്ട് ഏവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന മാർച്ച് 16 അല്ലെങ്കിൽ മാർച്ച് 15 റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ചിത്രത്തിൻ്റെ ടീസറൊക്കെ വേറെ ലെവലായിരുന്നു. എന്തായാലും ചിത്രത്തിൻ്റെ ട്രെയിലറിനായി നമുക്ക് കാത്തിരിക്കാം. മാർച്ച് 15 അല്ലെങ്കിൽ 16 റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മമ്മൂക്ക നായകനെത്തിയ ബസൂക്ക എന്ന ചിത്രം ഈ വരുന്ന ഏപ്രിൽ 10 തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. വിഷു സ്പെഷ്യലായിട്ടാണ് ചിത്രം എത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ നെസ്ലിൻ്റെ ആലപ്പുഴ ചിങ്കാരൻ എന്ന ചിത്രവും ഈ വരുന്ന ഏപ്രിൽ 11 ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഒപ്പം ഫ്ലാഷ് റിലീസിന് ഒരുങ്ങുന്നുണ്ട്. പിന്നെ ഇത് ചിത്രപ്പാ പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ചിത്രമാണ് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ, ശോഭന എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന തുടരും എന്ന ചിത്രം. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട്. തുടരും എന്ന ചിത്രം ഈ വരുന്ന മെയ് 1 മുതൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേഷൻ ഉടൻ തന്നെ വരും. ഒപ്പം തന്നെ തുടരും എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഈ വരുന്ന മാർച്ച് 27 എമ്പുരാൻ എന്ന ചിത്രം റിലീസിനെത്തുകയാണല്ലോ, ആ ചിത്രത്തിൻ്റെ റിലീസിന് കൂടെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് തുടരും എന്ന ചിത്രത്തിൻ്റെ റിലീസിനും എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിനും. അപ്പോൾ 2 ചിത്രങ്ങളാണ് ലാലേട്ടൻ്റെ വരാൻ പോകുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഒമർ ലുലുവിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ ബാബു ആൻ്റണി, റഹ്മാൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു ബാഡ് ബോയ്സ്. ഏവരുമേറെ ആകാംക്ഷയോടെയായിരുന്നു ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ OTT അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. ഫൈനലി ഇപ്പോൾ ഇതാ ബാഡ് ബോയ്സിൻ്റെ OTT അവകാശങ്ങളൊക്കെ വിറ്റുപോയിട്ടുണ്ട്. OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമും മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ബാഡ് ബോയ്സ് എന്ന ചിത്രം ഈ ഒരു മാർച്ച് അവസാന വാരം തന്നെ ഈ 2 OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കാത്തിരിക്കാം നമുക്ക് ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിനായി. എത്ര പേരാണ് ബാഡ് ബോയ്സിൻ്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നത് കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് അപ്ഡേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊന്നല്ല, അനശ്വര രാജൻ ഒപ്പം സജിൻ ഗോപു, നമ്മുടെ അമ്പാൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു പൈങ്കിളി.